നമ്മുടെ ആദ്യക്കുട്ടൻ ചോറൊരു വറ്റു പോലും ബാക്കി വെക്കാതെ കഴിച്ച റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മത്തിയുടെ മുട്ടയില്ലേ, ഞങ്ങളുടെ നാട്ടിൽ പനഞ്ഞിലെന്നൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഈസി ബേബി റെസിപ്പി ഉണ്ടാക്കി. മത്തിയുടെ മുട്ട നന്നായിട്ട് കഴുകി മഞ്ഞളും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് നല്ലപോലെ വേവിച്ചു. പിന്നെ ഒരു സവാളയും ഒരല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് ഞാൻ ഈ വെളുത്തുള്ളിയും സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തേ. നിറം ഒന്ന് മാറി വന്നപ്പോ ഇല്ലയോ അതിലോട്ട് ഞാൻ മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തു. അത് കഴിഞ്ഞിട്ട് വേവിച്ച മത്തിയുടെ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അവസാനം ഞാൻ ചോറിന്റെ കൊടുത്തപ്പോണ്ടില് എന്താ പറയാ, പാത്രം ക്ലീൻ ആക്കിയിട്ടോ അവൻ പോയത്. വീട്ടില് വേറെ ചക്കക്കുരുമാങ്ങാക്കറിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവൻ കഴിച്ചില്ല. പക്ഷെ ഇത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ ആണെങ്കിലും മോനെ ഭക്ഷണം കഴിപ്പിക്കാൻ ഭയങ്കര പാട്, അതൊരു ചലഞ്ച് തന്നെയായിട്ട് മാറിയിരിക്കും കേട്ടോ. ഒരിടത്തിരുന്ന് അവൻ കഴിക്കത്തേയില്ല, ഓടി നടന്നു വേണം അവന് കഴിക്കാൻ. പിന്നെ ഇങ്ങനെയുള്ള ഈസിയും പിന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് കിട്ടിയാൽ നമ്മളെപ്പോഴുള്ള അമ്മമാർക്ക് കുറച്ച് ആശ്വാസം എന്ന് പറയാൻ കഴിച്ചോളുമല്ലോ. പിന്നില്ലേ ഈ മത്തിയുടെ മുട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ഡയറ്റിലൊക്കെ ഇടയ്ക്കൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതിൽ നല്ല ക്വാളിറ്റി പ്രോട്ടീൻ, omega-3, ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, സെലീനിയം, ഇതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കുഞ്ഞിന്റെ വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ സഹായിക്കുവേതേ. പിന്നുണ്ടല്ലോ 1 വയസ്സിന് ശേഷം കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചും അതുപോലെ തന്നെ മുള്ളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കി വേണം കൊടുക്കാൻ. അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അത്രേ. ബൈ.